അച്ചായൻസ് ഗോൾഡും ടോണി അച്ചായനും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഇറങ്ങി പാവങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ മാത്രം മൈൻഡ് സെറ്റ് ആവാം, നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുന്നത് അത് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് പബ്ലിക്കിലോട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. നമ്മളൊരാൾക്ക് ചെയ്യുന്ന സഹായം അത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ സഹായം ചെയ്യുന്നത് അവരും അറിഞ്ഞാൽ പോരെ. ഇതൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആൾക്കാരെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ മാത്രം തോന്നലാകാം, എൻ്റെ മാത്രം ചിന്താഗതിയാവാം. ഇവിടെ ഇപ്പോൾ ഈ വിഷയം സംസാരിക്കാൻ കാരണം ടോണി അച്ചായൻ ചെയ്ത ഒരു ചാരിറ്റി, അത് ചാരിറ്റി തട്ടിപ്പാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ പുറത്ത് വന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ്. ആളുടെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ കൊടുത്തേക്കുന്നത് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് നൽകുന്നതിനേക്കാൾ പുണ്യം മറ്റൊന്നുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഇതിനിപ്പം ഞാൻ മറുപടി പറയുന്നില്ല, അത് ഞാൻ വൈകാതെ മറുപടി പറയും. 40 കടയ്ക്കൊപ്പം പാവപ്പെട്ട 40 കുടുംബത്തിന് വീട്. നിലവില് ഏകദേശം 36 വീടുണ്ട്. ഇപ്പൊ 4 വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 40 വീട്, 40 കടയാ. ഈ വ്യാഴാഴ്ച ആകുമ്പോൾ 40 കടയാവും. പത്തനംതിട്ട കൂടി ആ 40 കട എന്നുള്ള എന്റെ സ്വപ്നമായിരുന്നു. 40 കടയാവുകയാണ്. ആ 40 കടയ്ക്കൊപ്പം 40 വീട്. ഓരോ കടയ്ക്കൊപ്പം അതെ, അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കട്ടെ. അത്ര വീടുകൾ പാവങ്ങളുണ്ടായി. ആ പണി നടന്നുകൊണ്ടിരിക്കും. ഇത് ടോണി അച്ചായൻ മീഡിയസിന് കൊടുത്തൊരു ബൈറ്റ്. ഇതിന് ശേഷം ഒരു വീഡിയോ ഉണ്ട്, അദ്ദേഹം 31ാമത്തെ വീട് കൊടുക്കുന്ന വീഡിയോ. അതിൽ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 31ാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത്. കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇത്. ഈ ചേട്ടനാണ് ഈ മേല കുടിയിലാണ് താമസിക്കുന്നത്. ഇവര് ഒരു 5 കിലോ അരി ഏതോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവര് ഒരു മാസം തള്ളി നിൽക്കുന്നത്. ഇവരെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. ഞാൻ എന്നാ ചെയ്യേണ്ടത് നിങ്ങൾക്ക്? ഞാൻ സമയത്താണ് ജലം പതിക്കുന്നത് അറിയില്ല. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് വേണം, അത് സഹായിക്കും. ഇനി അടുത്ത വരവിൽ നമ്മൾ നല്ലൊരു വീട്ടിൽ ഇവര് കയറി താമസിക്കുന്ന കാണാം. എന്നാണ് ഈ കുടിലിൽ നിന്ന് മോചനം കിട്ടുകയെന്ന് അല്ലെ? എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ പുതിയ ഡ്രസ് ഇട്ട് നല്ല മിടുക്കലായിട്ട് വേണം. സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ താക്കോല് മേടിച്ച് ഞാൻ തുറന്നാൽ മതിയോ? സന്തോഷമായില്ല വീട് കണ്ടപ്പോ? ഇത് നമുക്ക് ഒരു മുറി, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം. എന്നെ കൊണ്ട് പറ്റാത്ത നല്ലൊരു വാർത്ത കെട്ടണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. നമ്മളെ ഇവിടെ താമസിക്കുകയും ഒരു പുതിയ കെട്ടുണ്ടെന്ന് സഹായത്തിനും പഠനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ. അച്ചായൻസ് ഗോൾഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഏൽപ്പിച്ചത്. പുള്ളിക്ക് പറ്റാവുന്ന പോലെ നല്ലൊരു വീട് പുള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ വീട്, അതാണ് കോമഡി. നമുക്കൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീട് മതിയല്ലോ അല്ലേ? ഇതേ ആൾക്കാർ ലൈഫ് മിഷൻ്റെ വീട് പദ്ധതിയിൽ ഇതേ വീട്ടിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. ടോണി അച്ചായൻ കയറ്റിയ അതേ വീട്ടിലാണ് ലൈഫ് മിഷൻ്റെ ആൾക്കാരും കൊണ്ടുപോയി കയറ്റുന്നത്. 10 മിനിറ്റിൽ ഒരു വീട് ഉയരുന്നൊരു പദ്ധതിയുണ്ട്. അതായത് മണിക്കൂറിൽ 6 വീട്, ഒരു ദിവസം ശരാശരി 152 വീടുകളാണ് ഉയരുന്നത്. ആ പദ്ധതിയുടെ പേരാണ് ലൈഫ്. ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത്. എന്റെ പുറകെ കാണുന്ന വഴി കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. ഈ വഴിയില് താമസിക്കുന്ന, അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട്, കാല് വയ്യാത്ത ചേട്ടനാണ്. ആ ചേട്ടന് ഒരു വീട് കിട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി പോണത്. ആളായിട്ട് ജീവിക്കുന്നു. ഇവിടെ എന്റെ ഭർത്താവ് 50 വർഷം കൊണ്ട് താമസിക്കുന്നത്. ഞാൻ വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞു. ഓ, കാല് വയ്യാതായത് നേരത്തെ? അല്ല, 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട്. അപ്പൊ 5 വർഷമായിട്ട് ഈ വഴിയിൽ ഇങ്ങനെയാണ് നടക്കുകയാണ്. ഇറങ്ങി കയറി ഇരുന്ന് ഇറങ്ങിയാണ് പോണത്. വീടിന്റെ പണി പൂർത്തിയാവാറായി. ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? പൂശ കഴിഞ്ഞു? പൂശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീട് വെച്ച സ്ഥലം
വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി, പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി. അങ്ങനെ ചെയ്തു വെച്ച് ഇനി പാല് കച്ചാറായി. അത് ഒരു സന്തോഷം തന്നെ. ഇല്ല ഇല്ല, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ഇപ്പൊ ടാർപ്പാളം ഒരാള് 5000 രൂപ തന്നുകൊണ്ട് അത് വാങ്ങിച്ച് ഒക്കെ കെട്ടി. നമുക്ക് വരുമാനമൊന്നും ഇല്ല, ആരും തരാനും ഇല്ല. പോട്ട് എനിക്ക് കിട്ടി. അത് സന്തോഷമായിട്ട് അതിലേക്ക് കിടക്കാൻ പോകും. നമുക്കൊരു ആത്മവിശ്വാസം വന്ന് സന്തോഷമായിട്ട് ചെന്ന് കിടക്കാം. ഈ മുരുകൻ ചേട്ടന്റെ വീട്ടിനകത്തേക്ക് വണ്ടി വരും. ഈ മണൽ കിടക്കുന്നതുകൊണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത്. ഇതിനകത്തേക്ക് വരുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. മുരുകൻ ചേട്ടൻ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് വണ്ടി കാറ് വന്ന് ഇറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത്. ആ വീടിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് മുരുകൻ ചേട്ടന്റെ കൂടെ വന്നതാണ്. അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻ ചേട്ടന്റെ മുഖത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണാം. അതാണ് ശരിക്കുള്ള ലൈഫ്. ഇത് കിട്ടിയപ്പോ എത്രത്തോളം ആശ്വാസവും സന്തോഷവും. എനിക്ക് ഒരു മനസ്സമാനമുണ്ട്. മറ്റേത് കാറ്റടിച്ച് പറക്കും എന്നുള്ള ഇവിടെ എവിടെയും ടോണി അച്ചായനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ശരിക്കും ഈ വീട് ടോണി അച്ചായൻ കൊടുത്തതാണോ അതോ ലൈഫ് മിഷൻ പദ്ധതി വഴി കിട്ടിയതാണോ? അതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആര് പറയും? ടോണി അച്ചായൻ പറയും. അല്ല, ടോണി അച്ചായൻ ലൈഫ് മിഷൻ്റെ വീടെടുത്തിട്ട് ഞാൻ കൊടുത്ത വീടാണ് എന്ന് പറഞ്ഞതാണെങ്കിൽ ഒറ്റ ചോദ്യമുള്ളൂ, തനിക്ക് ഉളുപ്പില്ലെന്ന്. താൻ ഇതുവരെ ചെയ്തിരുന്ന ചാരിറ്റി മൊത്തം ഇതുപോലെ ഉഡായിപ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ നല്ലതായിരിക്കാം, അല്ലെങ്കിൽ ഉഡായിപ്പായിരിക്കാം. കാരണം നമ്മൾ ഒരു പ്രവൃത്തി തെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാ ചോദ്യം ചെയ്യലുകളും ഈ തെറ്റായിട്ടുള്ള പ്രവൃത്തിയുടെ മുകളിലായിരിക്കും, അല്ലേ? ഇതിനിപ്പോ കാറ്റടിക്കൊന്നും മേടിക്കുന്നില്ല, സുഖമായിട്ടിരിക്കാം. നമ്മളെ സർക്കാർ ഇത്രയും തന്ന് സഹായിച്ചില്ലേ, അതിന്റെ വലിയ പുണ്യം. മരിക്കുന്നവരെവിടെ കിടക്കാം. ഇത് നമ്മളെ ഇറക്കപ്പെട്ട കാര്യമാണ്, നമുക്ക് കിട്ടേണ്ടതാണ്, നമ്മുടെ അവകാശമാണ്. ഇപ്പൊ ലാസ്റ്റ് ഘട്ട പണികളാണ് ഇപ്പൊ പണി ഊർജിതമായിട്ട് നടക്കുന്നുണ്ടോ? ഇനി ഒരു 2 ദിവസം പണി കൂടെ ഉള്ളൂ. പണി കംപ്ലീറ്റ് പൂർത്തിയായി. പിന്നെ ഏതെങ്കിലും നല്ലൊരു ദിവസം നോക്കി കയറണം. ഈ എന്നത്തേക്ക് കയറാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 15-ാം തീയതി വാക്കിലേക്ക് കയറണം. അടിപൊളി. അത് എന്തോ ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാ. അപ്പൊ പണി 5-6 ആളുകൾക്ക് വിളിക്കാം, ചുമ്മാ ആൾക്കാറുണ്ട്. 5-6 ആളുകൾക്ക് വിളിക്കാം. പിന്നെ അപ്പൊ എന്നെയൊക്കെ വിളിക്കൂ. പിന്നെ മോൾ നമ്പർ തന്നിട്ട് കൃത്യമായിട്ട് വിളിച്ചേക്കും. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തലക്കേക്കത്ത് വെച്ചിട്ടുണ്ട്. കാരണം പണികൾ നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. അതാണ് കാൽക്കുലേഷൻ. നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ആ പണി എപ്പോ തീരുമെന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കുന്നില്ലേ, അതിവിടെ ഉണ്ട്. എപ്പോ തീരുമെന്ന് പറഞ്ഞ് നിൽക്കുക, പക്ഷെ മനസ്സിനകത്ത് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. ലൈഫ് പദ്ധതിയിലൂടെ 5,98,102 വീടുകളാണ് മൊത്തം അനുവദിച്ചിട്ടുള്ളത്. ഗുണഭോക്താക്കളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നത് സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് പദ്ധതി മുന്നോട്ട്. ഇതിലൊന്നും ടോണി അച്ചായനെ കുറിച്ച് പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. അപ്പം എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെ വെറും ഉടായിപ്പാണ്. സ്വന്തമായിട്ടുള്ള ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് കുറച്ച് പ്രൊമോഷൻ ഉണ്ടാക്കുന്നതിനേക്കാൾ എഫക്റ്റാണ് ഇതുപോലുള്ള പാവങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതെന്ന് ഇയാൾക്ക് അറിയാം. അത് ഇയാൾ ഇങ്ങനെ മുതലെടുക്കുന്നു, അത്രേ പറയാനുള്ളൂ. ശരി എന്നാൽ.